വിവാദങ്ങളും അസത്യങ്ങളും നിറഞ്ഞ എമ്പുരാനിൽ അഭിനയിച്ച മോഹൻലാൽ ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. ആ സിനിമയിൽ തൻ്റെ ആരാധകരെ വിഷമിപ്പിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായതായും അദ്ദേഹം തുറന്നു പറയുന്നു. അതിൻ്റെ ചില ഭാഗങ്ങൾ ഇനി കട്ട് ചെയ്ത് മാറ്റുമെന്നും മോഹൻലാൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു? നാച്ചുറലി ഇത് ഒരു വലിയ തോതിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഐക്കൺ, അത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ബ്രാൻഡ്, അങ്ങനെ ഒരു ഐക്കൺ. അപ്പം അദ്ദേഹം ഇതുപോലെ ഒരു ചരിത്രം വളച്ചൊടിച്ച, അല്ലെങ്കിൽ BBC പോലും ചെയ്തിട്ട് ഇവിടെ ബാൻ ചെയ്യപ്പെട്ട ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് മാത്രമല്ല, ഈ കൂടെ നിന്നവർക്കും, ഒരു പൊളിറ്റിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ളവരല്ലാത്തവർക്ക് പോലും അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു, ഹർട്ടായിരുന്നു, ഒരു വേദന ഉണ്ടാക്കിയതാണ്. എന്നാൽ ലാലേട്ടൻ എന്ന് പറഞ്ഞ് നെഞ്ചിലെത്തിയ ഒരാൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഇൻവോൾവ് ചെയ്തു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? അപ്പോൾ പല രീതിയിൽ ഇദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ചില്ല, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കാതെ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഇത് ചെയ്യുമോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ റിലീസിന് മുമ്പായിട്ട് പല ഇൻസിഡൻസും ഇവിടെ ഉണ്ടായി. വളരെ ഒരു സംശയം, ആളുകൾക്ക് ഈ സംശയം ഉണ്ടാകുന്നതിൻ്റെ കാരണം, ശബരിമലയിൽ അദ്ദേഹം ദർശനം നടത്തുകയും അതിൽ ഒരു വഴിപാട് നടത്തുകയും ചെയ്തിരുന്നു. ആ വഴിപാട് നടത്തുന്നത് ശ്രീ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പുറത്തു വന്നു. സോഷ്യൽ മീഡിയയിൽ അത് വൈറലായി. അപ്പോൾ ഇതെല്ലാം ഒരു അങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നതിനും ഉള്ള ഒരു അഡ്വാൻസായിട്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണോ എന്നൊക്കെ ആളുകൾ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ എന്തായാലും വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് ഒരു ജനസമൂഹം ഇത് അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നില്ല, ഒരു തിരിച്ചറിവാണ്. അപ്പോൾ അദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അല്ലയോ എന്നുള്ളത് ഡിബേറ്റബിളാണ്. എപ്പോഴും എനിക്കോ നിങ്ങൾക്കോ ഇത് പറയാനൊക്കില്ല. അദ്ദേഹം അറിഞ്ഞ് ചെയ്തതാണോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ഒരു ഡിബേറ്റബിളായിട്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പറയാനൊക്കും എന്നല്ലാതെ അദ്ദേഹത്തിന് മാത്രമേ അത് അറിയാവുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രീ പൃഥ്വിരാജ് പറയണം. അപ്പം ആ തർക്കത്തിന് മാറി നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ചെയ്യാൻ ഒക്കുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും വർഷത്തെ കരിയർ ബേസുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം തിരക്കഥ വായിച്ചിട്ടില്ല എന്നൊരു ചെറിയ ന്യായം മുൻനിർത്തിയാണ് ഇത്രയും നാൾ. അല്ല, അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു പക്ഷേ പ്രൈവറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന് കൂടെ നിന്ന് മേജർ രവി തന്നെ ഇന്നലെ പറഞ്ഞിരുന്നു. അതെ, അപ്പോൾ അത് ശരിയായിരിക്കണം. അത് ഞാൻ ചോദിക്കുന്നത്, അവിടെ ഒരു ഡിബേറ്റ് നമുക്ക് അർത്ഥവത്തല്ല. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ചെയ്തോ ചെയ്തില്ലയോ, ചെയ്താലിങ്ങനെ എന്നുള്ള അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം എന്തായാലും ഖേദം പ്രകടിപ്പിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ഇനി പുറത്തു വരാൻ കഴിയുമോ? ഇമ്പാക്റ്റ് ചെറുതല്ല. അത് ആളുകൾക്കുണ്ടായ ഹർട്ടെന്ന് പറയുന്നത് ചെറുതല്ല. എസ്പെഷ്യലി ഒരു കർസേവ നടത്തി തിരിച്ചു വരുന്ന ഒരു ഗ്രൂപ്പിനെ പ്രീ പ്ലാൻഡായിട്ട് പെട്രോൾ ഒഴിച്ച് വെളിയിൽ നിന്നും ബോഗി കുറ്റിയിട്ട് വെളിയിൽ പോകാൻ പറ്റാത്ത രീതിയിൽ 51 പേരോളം S9 മറ്റോ ഉള്ള S6 എന്ന് പറയുന്ന ആ ബോഗി കത്തിച്ചു എന്ന് പറയുന്നത് വളരെ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നടന്നിട്ടുള്ള വയലൻസ്. അപ്പം ഇതൊരു മോബിൻ്റെ റിയാക്ഷനാണ് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞ 23 വർഷത്തെ റിസർച്ചും അതിൻ്റെ ലീഗലായിട്ടുള്ളതും. ഇതൊന്നും ആർക്കും ഡിസ്പ്യൂട്ട് ചെയ്യാനൊക്കില്ല. അതായത് കമ്മീഷൻസ് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അവരെ പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. അതിന് ബദലായി ഉണ്ടാക്കിയിട്ടുള്ള UPA സർക്കാർ വച്ചിരുന്ന കമ്മിറ്റിയുടെ ഇത് ക്വാഷ് ചെയ്തിട്ടുണ്ട്, അത് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ നിന്ന് ഒരു പൊട്ടിമുളച്ച് കത്തിയതല്ല, അതൊരു ബോഗി മാത്രം കത്തിയതല്ല. അപ്പോൾ ഇതിലെല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്ന ഒരാളുകളാണ് ഇത് കത്തിച്ചതെന്നുള്ള വളരെ ഈ എത്രയോ ആളുകളെ ശിക്ഷിച്ചവർ മുഴുവൻ മുസ്ലിം സമുദായത്തിലുണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഒരു കമ്മ്യൂണൽ റൈറ്റിലോട്ട് മാറിയത്. ഈ കമ്മ്യൂണൽ റൈറ്റ് നമ്മളിത് പറയാൻ ഇത് ചെയ്യേണ്ട കാര്യമില്ല, മടിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം റെക്കോർഡഡ് ആണ്, ഇതെല്ലാം ലീഗലി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതൊരു തീവ്രമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇൻസൈറ്റ് ചെയ്തു, അതിൻ്റെ മോബിൻ്റെ റിയാക്ഷനാണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ്. ഒരു പക്ഷേ മലയാളത്തിലുള്ള ആളുകൾ ഇപ്പോഴും ഗർഭിണി ശൂലം
എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഇതൊരു പൊളിറ്റിക്കൽ നെറേറ്റീവായി. അത് പറഞ്ഞതെല്ലാം ആ സിനിമയിൽ തന്നെ അവർ കൃത്യമായി ചിത്രീകരിക്കുന്നുണ്ട്. കറക്റ്റ്. അപ്പം അത് ഡെഫിനറ്റായിട്ടും ഇതൊരു പ്രൊപ്പഗാൻഡ സിനിമ തന്നെയാണ്, ഇത് ഫണ്ടഡ് ആണ്. അങ്ങനെ ഒരു സിനിമയിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ആളുകൾ നെഞ്ചേറ്റിയ ഒരു വ്യക്തി അവിടെ ചെന്നു എന്നുള്ളത് ഒരിക്കലും ഒരു പക്ഷേ ആ മുറിവ് മാറാനൊക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അതിനൊരു ഖേദം പ്രകടിപ്പിക്കുക. അതിന് ഈ പറയുന്ന പോലെ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച് ഈ പറയുന്ന സെൻസറിൽ റീസെൻസറോ അല്ലെങ്കിൽ രണ്ടാമത് ഒരു സെൻസർ ചെയ്ത് ഇത്രയും കട്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഒരു മിസ്ഇൻഫർമേഷനാണ്. ഏതാണ്ട് 17 വെട്ടിയത് ഏതാണ്ട് സെൻസർ ബോർഡുകാർ തിരിച്ച് വിളിച്ചാണ് എന്നുള്ള, അങ്ങനെയല്ല, ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന കട്ട്സ് ഈ സെൻസർ ബോർഡിൽ തിരിച്ച് ചെയ്തത് എന്ന് പറയും. പക്ഷേ ഡാമേജ് ഇസ് ഡൺ. ആ ഒരു രീതിയിലും ഇതിങ്ങനെ ഒരു സിനിമ എടുത്തു, അത് OTTയിലാണെങ്കിലും സാറ്റലൈറ്റിലാണെങ്കിലും പൈറേറ്റഡ് ആണെങ്കിലും ഓവർസീസ് ആണെങ്കിലും ഇതിലെല്ലാം ഈ പറയുന്ന 17 കട്ടുകളില്ല. ഇത് ഭാരതത്തിൽ ഇനി തിയേറ്ററിക്കൽ റിലീസിൽ മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം വൈഡ് റിലീസ് എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ ഒരാഴ്ച മാത്രമേ ഉള്ളൂ. മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റൊരാൾ അവിടെ മറുവശത്ത് നിൽക്കുന്നുണ്ട്, അത് പൃഥ്വിരാജാണ്. ഈ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടും ഗാസയുമായി ബന്ധപ്പെട്ടും വാര്യംകുന്നനുമായി ബന്ധപ്പെട്ടും ജനഗണമന സിനിമയുമായി ബന്ധപ്പെട്ടും അതിനെ തുടർച്ചയായി അദ്ദേഹം എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് പോലുള്ള ഒരു വ്യക്തി ഓൾറെഡി ഒരു അലൈൻഡ് ആണ്. വാര്യൻകുന്നൻ സിനിമയിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞു. ഈ പറയുന്ന പല പല ഇൻസ്റ്റൻസിലും അയാളുടെ ഒരു സ്റ്റാൻഡ് ക്ലിയർ ആക്കിയ ഒരാളാണ്, വ്യക്തിയാണ്. അപ്പോൾ അയാളിത് ചെയ്യുന്നതിനല്ല ഒരു ആളുകൾക്കുള്ള ഒരു രോഷം, അമർഷം, സങ്കടം ഇങ്ങനെ വരുന്നത് ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ വ്യക്തിയോടല്ല. ലാലേട്ടനെ പറ്റി സംസാരിക്കുന്ന ആളുകൾ, അദ്ദേഹത്തിനെ പറ്റിയുള്ള പൃഥ്വിരാജ് ഇസ് ഇറലവൻറ്റ്. ഒരു കേരള സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് ആരുമല്ല. ഈ പറയുന്ന ഒരു വളരെ പോളറൈസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ആൻറ്റി നാഷണലായിട്ടുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അയാൾ റിലവൻ്റ് അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോർ മീ. പക്ഷേ മോഹൻലാലിനെ പോലൊരു വ്യക്തിത്വം അങ്ങനെ അല്ല. ഈ പറയുന്ന നമ്മൾ വളർന്നു വന്ന കാലഘട്ടം 10-40 വർഷമായിട്ട് ആളുകളുടെ ലാലേട്ടൻ അല്ല ലാലു എന്നൊക്കെ പറയുന്ന തലത്തിൽ നമ്മൾ വളരെയധികം നോക്കി ആരാധനയോടെ നോക്കി അങ്ങനെ ഒരു ആളിത് ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ ഹർട്ടാണ്. അതിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം ഖേദം അറിയിച്ചു എന്ന് പറയുന്നത് എത്രമാത്രം ഈ ഡാമേജിനെ ഇല്ലാതാക്കും. അറ്റ്ലീസ്റ്റ് അദ്ദേഹം അത് പറഞ്ഞല്ലോ എന്നൊരു സമാധാനമല്ലാതെ അദ്ദേഹം വീണ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഒരു തിരിച്ചുവരവുണ്ടാകും. ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കില്ല. പക്ഷേ ജനറലി ആളുകൾ പറയുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനൊരു നമുക്ക് ഇപ്പം ബാക്കി ഒരാൾ ചെയ്തു അല്ലെങ്കിൽ പൃഥ്വിരാജ് ചെയ്തു എന്ന് പറയുന്നത് ആളുകൾക്കൊരു ഷോക്കല്ല, സർപ്രൈസ് അല്ല. ഈസ് ഡിഫൈൻഡ് ഹിംസെൽഫ്. അങ്ങനെയുള്ള ആളുകളുമായി ചേർന്ന് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ ബി ഇറ്റ്. അതൊരു സർപ്രൈസ് അല്ല. അതേസമയം വളരെ കാര്യമായി വളരെ രാഷ്ട്രത്തോട് ചെയ്യുന്ന ഒരു മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ട് ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഉദ്യോഗസ്ഥനായി ഭാരതത്തിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി അങ്ങനെ ഒരാളിൽ നിന്ന് ഇത് വരുമ്പോൾ നാച്ചുറലി ആ ഒരു ഹേർട്ടും ആ ഒരു സെൻറ്റിമെൻറ്റും ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ബാം, ഒരു ചെറിയ സൂതിങ് എഫക്റ്റ് ഉണ്ട് ഈ ഫേസ്ബുക്കിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ഖേദപ്രകടനം. ഒരു മാപ്പപേക്ഷ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു ഖേദപ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. അതൊരു റിയലൈസേഷനാണ്. ഈ പറയുന്ന ഇത്രയും ആളുകൾ വിഷമിച്ചു എന്നുള്ളത് അദ്ദേഹത്തിനെയും വേദനിപ്പിച്ച് കാണും. അദ്ദേഹം ചെയ്യേണ്ടായിരുന്നു എന്നുള്ളത് തോന്നിക്കാണാം. പക്ഷെ എന്തായാലും അദ്ദേഹം കുറേ കൂടെ കെയർഫുൾ ആകണമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ശ്രീ സുരേഷ് കുമാർ ഇതിനെപ്പറ്റി ഒരു നെഗറ്റീവ് പറഞ്ഞപ്പോഴേ ഒരു പക്ഷേ ഇത് അദ്ദേഹം മുന്നിൽ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ സേവ് ചെയ്യാൻ തന്നെ ആണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു റണ്ണപ്പ് നോക്കുമ്പോൾ പല കാര്യങ്ങളും ഇങ്ങനൊരു കാര്യം
ഒരു അബദ്ധമായിരുന്നു എന്ന് ഒരു പക്ഷേ ഒരു വീണ്ടും വിചാരം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം ഇതിന് റിലീസിന് മുമ്പായിട്ട്. അതുകൊണ്ടാണ് നമ്മളൊരു വിവാദമുണ്ടായത്. ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് കറക്റ്റാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് ആക്ച്വലി അങ്ങനെ ഒരു നടപടി എടുത്തു എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു എന്നുള്ളത് ഇന്നും തിരിഞ്ഞു നോക്കുമ്പം ഇത് ഒരു പക്ഷേ മോഹൻലാലിന് പറ്റിയൊരു വീഴ്ചയാണ് എന്ന് തന്നെ നമുക്ക് ഇത് ചെയ്യാം. എന്തായാലും എനിക്ക് തോന്നുന്നത് വിഷ് ഹിം ഓൾ ദ ബെസ്റ്റ്. ഹീസ് എൻ ഐക്കൺ. അദ്ദേഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഒരു പക്ഷേ നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. ബാക്കി ആളുകളോ ടീമോ ഇതൊന്നും കേരളത്തിലെ ആളുകൾക്ക് റെലവൻ്റ് അല്ല.